ബംഗാളിൽ 15 വർഷത്തിനു ശേഷം CPM പത്രത്തിൽ സർക്കാർ പരസ്യം. BJP സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ക്ഷണ പരസ്യത്തിൽ നരേന്ദ്രമോദിയും സുവേന്ദു അധികാരിയും. പശ്ചിമ ബംഗാളിലെ CPMന്റെ പത്രമായ ഗണശക്തിക്ക് 15 വർഷങ്ങൾക്ക് ശേഷം സർക്കാർ പരസ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും നിയുക്ത മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെയും ചിത്രം സഹിതം സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള മുഴുവൻ പേജ് പരസ്യവുമായിട്ടാണ് പത്രം ശനിയാഴ്ച പുറത്തിറങ്ങിയത്. ഇടതുപക്ഷ സർക്കാരിനെ വീഴ്ത്തി 2011 അധികാരമേറ്റ ശേഷം മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഗണശക്തിക്ക് സർക്കാർ പരസ്യം നിഷേധിച്ചിരുന്നു. സർക്കാർ നിയന്ത്രണത്തിലുള്ള വായനശാലകളിൽ നിന്നും ഗണശക്തി ഒഴിവാക്കുകയും ചെയ്തു. CPM ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും അനുകൂല വിധി നേടാൻ കഴിഞ്ഞില്ല. പരസ്യം കിട്ടാത്തത് പാർട്ടി പ്രസിദ്ധീകരണങ്ങളെ ഏറെ തളർത്തിയിരുന്നു. ഇപ്പോൾ അതാ BJP അധികാരത്തിൽ വന്നു, CPMന് പരസ്യവും കിട്ടി. ഇതിനിടെ CPM PB യോഗങ്ങൾ തുടങ്ങുകയാണ്. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാൻ CPM പോളിറ്റ് ബ്യൂറോ യോഗങ്ങൾക്ക് തുടക്കം. 2 ദിവസങ്ങളിലായാണ് യോഗം. കേരളത്തിൽ നിന്നും പിണറായി വിജയൻ, MV ഗോവിന്ദൻ, A വിജയരാഘവൻ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ വിജയുടെ പാർട്ടിയായ TVKയ്ക്ക് പിന്തുണ നൽകാനുണ്ടായ സാഹചര്യം യോഗം വിലയിരുത്തും. ഇന്ത്യ മുന്നണിയുടെ ഭാവിയും ചർച്ചാ വിഷയമാകുമെന്നാണ് സൂചന. കേരളത്തിലെ കനത്ത തിരഞ്ഞെടുപ്പ് പരാജയം വിശദമായി ചർച്ച ചെയ്യും. വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും മുന്നണി പരാജയപ്പെടാൻ ഇടയാക്കിയ കാര്യങ്ങളും ചർച്ചാ വിഷയമാകും. സംസ്ഥാനത്തെ സംഘടനാ പ്രവർത്തനം ശക്തമാക്കാനുള്ള നിർദ്ദേശവും യോഗത്തിലുണ്ടാകും. കേരളത്തിൽ ആരാകണം പ്രതിപക്ഷ നേതാവെന്നതിൽ ചർച്ച നടക്കും. പിണറായി വിജയൻ തന്റെ നിലപാട് വ്യക്തമാക്കും. ബുധനാഴ്ച ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇത് സംബന്ധിച്ച് ചർച്ചയുണ്ടായില്ല. പോളിറ്റ് ബ്യൂറോ യോഗത്തിനു ശേഷം 12-ന് സംസ്ഥാന സെക്രട്ടേറിയറ്റും 13, 14 തീയതികളിൽ സംസ്ഥാന കമ്മിറ്റിയും ചേരും. PB നിലപാട് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അവതരിപ്പിക്കും.